അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായി നിൽക്കുന്ന ഒരു മലയാള സിനിമയാണ് നാരായണിയുടെ മൂന്നാൺമക്കൾ എന്ന സിനിമ. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ശരൺ വേണുഗോപാലാണ്. അപ്പോൾ ഈ സിനിമ സംസാരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നാരായണി എന്ന സ്ത്രീയുടെ 3 ആൺമക്കളുടെ ഒരു കഥയാണ്. അമ്മയ്ക്ക് നല്ല അസുഖമാണ്, വെന്റിലേറ്റർ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാലത്തെ ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷപൂർവ്വം അല്ലെങ്കിൽ അമ്മയെ യാത്രയാക്കാം എന്നുള്ള രീതിയിൽ വരുന്നതാണ് സിനിമ. 3 ആൺമക്കളാണ്. മൂത്താൾ വിശ്വൻ, രണ്ടാമത്തെ ആൾ സേതു, മൂന്നാമത്തെ ആൾ ഭാസ്കരൻ. ഈ 3 ക്യാരക്ടേഴ്സും വളരെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ചെറിയ ഒരു മേളോത്സവങ്ങളും കാര്യങ്ങളും വെച്ച് അവർ നല്ല ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. വിശ്വൻ തൻ്റെ കുടുംബ പാരമ്പര്യം ചുമലിലേറ്റ് നടക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക ചുറ്റും സാമൂഹികമായിട്ടൊരു ഉന്നത നിലയിൽ എൻ്റെ വില അല്ലെങ്കിൽ ഞാൻ ഇത്രയും നല്ല ഒരാളാണ് എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് വിശ്വൻ. അലൻസിയാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഓരോ നോട്ടവും ഭാവത്തിലും പുള്ളിയുടെ സംസാരത്തിലും തന്നെ നമുക്കത് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ ആൾ സേതുവാണ്, ജോർജ് ചെയ്തിരിക്കുന്നത്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ബാക്കി 2 പേരിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് പഠിക്കാനൊന്നും കഴിവില്ലാതെ കല്യാണമൊന്നും കഴിക്കാതെ ഇരിക്കുന്ന ഒരു പൊട്ടൻ. പക്ഷെ നമ്മുടെ കാഴ്ചയിൽ പുള്ളി മുമ്പിനേക്കാളും ചിന്താഗതിയിൽ വളരെ ഉയർന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് മൂന്നാമത്തെ ആൾ ഭാസ്കരനാണ്. പുള്ളി ഒരു മുസ്ലിം പെൺകുട്ടിനെ കല്യാണം കഴിച്ച് നാടൊക്കെ വിട്ട് പോയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നീട് അമ്മയ്ക്ക് ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും കൂടെ വന്നു എന്ന് മാത്രം. പക്ഷെ ആ ഒരു ദേഷ്യം ഈ മൂത്ത മകൻ എപ്പോഴും ഈ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ കാണിക്കുന്നുണ്ട്. പൊതുവെ ഞാൻ അത്രയ്ക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള മൈൻഡുള്ള ആളൊന്നുമല്ല, നേരെ മൈൻഡഡ് അല്ല. കുറച്ചൊക്കെ മാറ്റമുണ്ടെന്ന് പുള്ളി പറയുമെങ്കിൽ നമുക്ക് അറിയാം പുള്ളിയുടെ ഒരു മനസ്സിൽ. അപ്പം ഭാസ്കരൻ എന്നുള്ളത് ഇപ്പം കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് സുരാജ് ചെയ്തിരിക്കുന്നത്. കാരണം പുള്ളി ഒരു മുസ്ലിം സ്ത്രീയൊക്കെ വിവാഹം കഴിച്ച് ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും അതിൻ്റെ മക്കളുടെ ഒരു കോൺവെർസേഷൻ നമുക്കറിയാം പുള്ളി ചിലപ്പോൾ ഭയങ്കര നാരോ മൈൻഡഡ് ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെയാണ്. ചില മനുഷ്യരങ്ങനെയാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരിക്കും, പിന്നീട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതൊന്നും ഇതായില്ല. അപ്പോൾ അങ്ങനെ ഈ 3 പേരിൻ്റെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, അവരുടെ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ ഒരു സംഭാഷണ ശൈലിയിലും പിന്നെ മാനർസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി 2 മണിക്കൂറിനടുത്ത് ഈ ഒരു സ്ലോ മെലോ ഡ്രാമ ആയിട്ടാണ് ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സ്ലോ പേസ് ആണെങ്കിൽ പോലും അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവം. പിന്നീട് ഏറ്റവും ചർച്ചയായ ഇപ്പോൾ വിഷയം ഇതിൽ വിശ്വൻ്റെ മകളും ഭാസ്കരൻ്റെ മോളും തമ്മിലുള്ള അഫെയറാണ്. നമ്മുടെ നിഖിൽ എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ തോമസ് മാത്യു, നമ്മുടെ ആനന്ദം ഫെയിം, പിന്നെ ഗാർഗി എനിക്ക് സിനിമയിൽ വളരെയധികം എടുത്തു കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഈ സിനിമയിൽ നിന്നൊരു വളരെയധികം നല്ലൊരു പെർഫോമൻസ് വൈസ്. കാരണം ഫസ്റ്റ് ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുകയും പിന്നീട് പതുക്കെ ചിരിച്ച്, അതായത് പുള്ളിക്ക് കംഫർട്ട് സോണിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു മാറ്റം, ആ ഒരു കുടുംബത്തിലെ അവരുടെ ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്യാരക്ടർ ഈ മകളുടെ കൂടെയാണ്. കാരണം അവർ 2 പേരും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പുള്ളിയുടെ ക്യാരക്ടറും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെയധികം ഈ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെയൊക്കെ എല്ലാ കാര്യത്തിലും അവരുടെ ഒരു പിന്നാലെ നടന്ന് ചെയ്യുന്ന ഒരു പാരൻസ്. അപ്പോൾ അതിൽ നിന്നും കുറച്ചൊരു വേണമെങ്കിൽ പുരോഗമന ചിന്ത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അത് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചയാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സഹോദരൻ്റെ മക്കൾ തമ്മിലുള്ള അഫയർ. പക്ഷേ ഈ ഭയങ്കര ഹാർഷായിട്ടുള്ള ലാംഗ്വേജൊക്കെ ഈ കുറേ ഞാൻ പോസ്റ്റുകളിലൊക്കെ കണ്ടു. ഇവർ തമ്മിലുള്ള ലൈംഗികതയുള്ള സീനൊക്കെ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമില്ല. ആക്ച്വലി ഇവർ തമ്മിലുള്ള ഇഷ്ടപ്പെടൽ, കാരണം അത്രയൊരു ഹാർഡ് ഓഫ് ബ്രേക്കപ്പിൽ നിന്നാണ് നിഖിൽ ഇവിടെ എത്തുന്നത്. അപ്പോൾ പുള്ളിക്ക് വളരെ ഒറ്റപ്പെടലിൽ നിന്നും ഒരു കൂട്ട് എന്നുള്ള രീതിയിൽ 2 പേരും പരസ്പരം സംസാരിക്കുകയും അവരുടെ ഭയങ്കര കംഫർട്ട് സോണിലോട്ട് എത്തുകയും ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് ഇൻറ്റിമസിയാണ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു ഡീസൻറ്റ് സിനിമയാണ്. ഈ സ്ലോ പേസ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമയും വർക്കാവും, അല്ലാത്തവർക്ക് ഇതൊരു ഓർക്ക ഗുളികയോ മറ്റോ ആയിരിക്കും. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രസകരമായി ഇതായി. കാരണം എന്താണെന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടുപോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ 2 പേരും നിഖിൽ ആൻഡ് ഇവൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, പിന്നെ സേതു എന്നുള്ള ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. പിന്നെ മൊറാലിറ്റി എന്നുള്ളത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും. എനിക്ക് തന്നെ പരിചയമുള്ള കുറേ പേര് അറിയാം, അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ കല്യാണം റീസെൻ്റായി കഴിയുകയും ചെയ്തു. അപ്പം എനിക്ക് തോന്നി അത് ഓരോരുത്തരുടെ മനസ്സിലെ ഇമോഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ എല്ലാ സഹോദര പുത്രന്മാരോ അല്ലെങ്കിൽ മകളോ അവരൊന്നും ഇത്തരത്തിൽ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഇത് കണ്ടതുകൊണ്ട് അങ്ങനെ അത് തെറ്റല്ല എന്നുള്ള രീതിയിൽ ഒരു കൺവേ ചെയ്യുന്നൊന്നുമല്ല. അതിന് മുമ്പേ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ
ഇങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ട്, വളരെ റയർ ആയിട്ടൊക്കെ കാണും. ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ കണ്ടുപോയിരിക്കും. ഇത് ഇത്തിരി നമ്മളതിനെ നോക്കി അറിയും, കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു കാണുമ്പോൾ അത്തരത്തിലൊരു എന്ത് തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിനിപ്പോൾ എനിക്ക് എന്തൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എനിക്കും അറിയില്ല. സോ നിങ്ങൾക്ക് ഈ സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.